ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും സന്തോഷവും നിങ്ങൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഈ രാത്രി മുഴുവനും ഉണ്ടായിരിക്കട്ടെ. ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ പ്രാർത്ഥനാ സഹായം ചോദിച്ച എല്ലാവർക്കു വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട്. ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ എല്ലാ മെമ്പേഴ്സിനും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ഓരോ ആവശ്യങ്ങൾക്കും നിങ്ങളോടൊപ്പം ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് എപ്പോഴും നല്ലത് മാത്രം സംഭവിക്കട്ടെ എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടാകാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ഒരാളുടെ പ്രാർത്ഥന മതി നിങ്ങളുടെ കുടുംബത്തിൽ സമാധാനമുണ്ടാകാൻ. നിങ്ങളുടെ ഓരോ വാക്കുകളും പ്രാർത്ഥനകളും ദൈവത്തിന് പ്രിയങ്കരമാണ്. അതിനാൽ നിങ്ങളുടെ ആവശ്യങ്ങളോടൊപ്പം നിങ്ങളുടെ കുടുംബത്തിൽ ഓരോരുത്തരുടെയും ആവശ്യങ്ങൾക്കും വേണ്ടിയുള്ള നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കും ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ വലിയ പ്രതിഫലമുണ്ട്. ഇന്ന് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ നമുക്ക് നമ്മുടെ കുടുംബാംഗങ്ങളുടെ പാപം ക്ഷമിച്ച് അവരെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുക. നാളത്തെ ദിവസം നിങ്ങൾക്ക് ഒരു വലിയ ദൈവാനുഗ്രഹം ഉണ്ടാകാൻ ഈ ഒരൊറ്റ പ്രാർത്ഥന മതി. അങ്ങനെ പരസ്പരം ക്ഷമിച്ച് സ്നേഹത്തോടെ ഈ രാത്രി സുഖമായി ഉറങ്ങാൻ, നല്ലൊരു ഉറക്കം ലഭിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 39, 8 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. എൻ്റെ എല്ലാ അതിക്രമങ്ങളിലും നിന്ന് എന്നെ മോചിപ്പിക്കണമേ. എന്നെ ഭോഷൻ്റെ നിന്ദയ്ക്ക് പാത്രമാക്കരുതേ. ഞാൻ ഊമനാണ്, ഞാൻ എൻ്റെ വായ് തുറക്കുന്നില്ല. അവിടുന്നാണല്ലോ ഇത് വരുത്തിയത്. ഇനിയും എന്നെ പ്രഹരിക്കരുതേ. അവിടുത്തെ അടിയേറ്റ് ഞാൻ തളർന്നിരിക്കുന്നു. പാപം നിമിത്തം മനുഷ്യനെ അങ്ങ് ശിക്ഷിക്കുമ്പോൾ അവന് പ്രിയങ്കരമായതിനെയെല്ലാം അവിടുന്ന് കീടത്തെ പോലെ നശിപ്പിക്കുന്നു. മനുഷ്യൻ ഒരു നിശ്വാസം മാത്രം. കർത്താവേ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. എൻ്റെ നിലവിളി ചെവിക്കൊള്ളണമേ. ഞാൻ കണ്ണീരൊഴുക്കുമ്പോൾ അങ്ങ് അടങ്ങിയിരിക്കരുതേ. ഞാൻ അങ്ങേക്ക് അല്പനേരത്തേക്ക് മാത്രമുള്ള അതിഥിയാണ്. എൻ്റെ പിതാക്കന്മാരെ പോലെ ഞാനും ഒരു പരദേശിയാണ്. ഞാൻ മറഞ്ഞില്ലാതാകുന്നതിനു മുൻപ് സന്തോഷം എന്തെന്ന് അറിയാൻ എന്നിൽ നിന്നും ദൃഷ്ടി പിൻവലിക്കണമേ. ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വീണ്ടും ഒരു പ്രാവശ്യം കൂടി നിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്ക് ആയുസ്സും ആരോഗ്യവും നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഇന്ന് പകൽക്കാലം മുഴുവനും നിന്റെ സർവ്വ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടായിരുന്നതിനെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ദൈവമേ, ഇന്ന് ഈ രാത്രിയിൽ ഞങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് ഞങ്ങളെ തന്നെ ആത്മശോധന ചെയ്ത് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങളെ, ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെ ആവശ്യങ്ങളെ, ഞങ്ങളുടെ ആവശ്യങ്ങളെ എല്ലാം നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ആത്മീയമായ അവസ്ഥയെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അന്ധകാര അവസ്ഥയെ സമർപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്നോളം ഉണ്ടായിട്ടുള്ള സകല പ്രശ്നങ്ങളെയും അതിൻ്റെ കാരണങ്ങളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, ഒരുപക്ഷെ ഞങ്ങൾ ചിന്തിച്ച കാരണങ്ങൾ ഒന്നും ആയിരിക്കുകയില്ല ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളുടെ പിന്നിൽ. എന്നാൽ നിനക്ക് അത് വ്യക്തമായി അറിയാം. ഈ രാത്രിയിൽ നീ ഞങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് വിശകലനം ചെയ്ത് ഞങ്ങളെ തന്നെ നീ ബോധ്യമാക്കണമേ. ഞങ്ങളുടെ ജീവിത രീതി ശരിയാണോ? ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പോക്ക് ശരിയാണോ? ഞങ്ങളുടെ ചിന്താഗതി ശരിയാണോ? ഞങ്ങളുടെ കാഴ്ചപ്പാടുകൾ ശരിയാണോ? അതോ ഞങ്ങളുടെ പാരമ്പര്യമായ രീതികൾ കാരണമുള്ള ആ അവസ്ഥയിൽ നിന്നുള്ള കാഴ്ചപ്പാടുകളാണോ? ഞങ്ങൾക്ക് ചുറ്റുമുള്ളവരുടെ കാഴ്ചപ്പാടുകളാണോ ഞങ്ങളുടേത്? അതോ ദൈവത്തിൻ്റെ കാഴ്ചപ്പാടുകളാണോ ഞങ്ങൾക്കുള്ളത്? കർത്താവേ, ഞങ്ങളുടെ കാഴ്ചപ്പാടുകളെ മാറ്റി ദൈവത്തിൻ്റെ കാഴ്ചപ്പാടുകളാൽ ഞങ്ങളെ തന്നെയും മറ്റുള്ളവരെയും നോക്കാൻ ഈ രാത്രിയിൽ ഞങ്ങളെ നീ അഭ്യസിപ്പിക്കണമേ. നിന്റെ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ തന്നെ ആത്മശോധന ചെയ്ത് ആരോടൊക്കെ ക്ഷമിക്കാനുണ്ടോ, പ്രത്യേകിച്ച് ഞങ്ങളുടെ കുടുംബത്തിൽ, സ്വന്തം കുടുംബത്തിൽ
സഹോദരി സഹോദരങ്ങളോടോ, ഇൻലോസിനോടോ, ജീവിത പങ്കാളിയോടോ, മക്കളോടോ, മാതാപിതാക്കളോടോ ആരോടാണ് ഞങ്ങൾ ക്ഷമിക്കാനുള്ളത്? ഇനിയും ആരുടെ വാക്കുകളാണ് ഞങ്ങളെ വേദനിപ്പിക്കുന്നത് എങ്കിൽ അവരോട് ഇതുവരെയും പൂർണ്ണമായി ക്ഷമിച്ചിട്ടില്ല എന്ന് അത് ഞങ്ങൾ അർത്ഥമാക്കുന്നു. കർത്താവേ, ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ എല്ലാവരോടും, പ്രത്യേകിച്ച് ഞങ്ങളുടെ കുടുംബത്തിലുള്ളവരോട്, ഞങ്ങളുടെ കുടുംബത്തിൽ ശത്രുവായിട്ട് ഞങ്ങളോട് പെരുമാറുന്നവരോട് ഞങ്ങൾക്ക് പൂർണ്ണമായും ക്ഷമിക്കാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അവരെ സ്നേഹിക്കാനും ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ. ഈ രാത്രിയിൽ ഞങ്ങൾ അവരുടെ ആവശ്യങ്ങൾ കർത്താവെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർക്ക് നന്മയുണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു. അവർക്ക് ദൈവാനുഗ്രഹം ഉണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു. അവർക്ക് പാപബോധവും പശ്ചാത്താപവും പാപമോചനവും ഉണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങനെ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി, കുടുംബത്തിൽ അംഗങ്ങളായുള്ളവരുടെ ആവശ്യങ്ങളെ ഞങ്ങൾക്ക് തിരിച്ചറിഞ്ഞ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഈ രാത്രിയിൽ ഞങ്ങളെ നീ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഞങ്ങളുടെ കുടുംബത്തിലുള്ളവർക്ക് വേണ്ടി ഞങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ നാളെ ഞങ്ങളുടെ ജീവിതത്തിൽ അതൊരത്ഭുതമായി നീ മാറ്റും എന്ന്, അതൊരനുഗ്രഹമായി നീ മാറ്റും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതിനാൽ ഈ രാത്രിയിൽ ഞങ്ങളുടെ കുടുംബത്തിലുള്ളവർക്ക് വേണ്ടി പ്രത്യേകം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഓരോ അംഗങ്ങൾക്ക് വേണ്ടി, അവരുടെ കുടുംബത്തിന് വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നിന്റെ കാരുണ്യം അവരുടെ മേൽ ചൊരിയണമേ. പാപം നിമിത്തം മനുഷ്യനെ അങ്ങ് ശിക്ഷിക്കുമ്പോൾ അവന് പ്രിയങ്കരമായതെല്ലാം അവിടുന്ന് കീടത്തെ പോലെ നശിപ്പിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. കർത്താവെ, ഒരു നിശ്വാസം മാത്രമാണ് ഞങ്ങൾ ഓരോരുത്തരും. അതിനാൽ ഞങ്ങളുടെ ഈ ഒരു നിശ്വാസം, ഈ ഒരു ശ്വാസം പോകുന്നത് വരെ നിന്റെ ഇഷ്ടം നിറവേറ്റി നിന്റെ തിരുഹിതം അന്വേഷിച്ച് കണ്ടുപിടിച്ചത് പ്രവർത്തിക്കുവാൻ കർത്താവെ, നിന്റെ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് എപ്പോഴും നിറയ്ക്കണമേ, നൽകണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, നിന്നെ കൂടാതെ ഞങ്ങൾക്ക് ഈ ലോകത്തിൽ സ്വസ്ഥതയോ സമാധാനമോ കിട്ടില്ല. നിന്നെ കൂടാതെ ഈ ലോകത്തിൽ ഞങ്ങൾ സംതൃപ്തരല്ല. ഞങ്ങളുടെ ജീവിതത്തിന് പരിശുദ്ധാത്മാവെ, നീ ഇല്ലാത്ത ഞങ്ങളുടെ ജീവിതം പരിപൂർണമല്ല, അത് സംതൃപ്തമല്ല, സന്തോഷമില്ല. ഈ ലോകത്തിൽ എന്തൊക്കെ നേടിയാലും, ഈ ലോകം മുഴുവനും ഞങ്ങൾ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ എന്ത് പ്രയോജനം എന്ന് ദൈവവചനം ഞങ്ങൾ ഓർക്കുന്നു. അതിനാൽ എല്ലാറ്റിലും ഉപരി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾ നയിക്കപ്പെടുന്നതിന്, ഞങ്ങൾ നിറയപ്പെടുന്നതിന്, ഞങ്ങൾ അഭിഷേക്തരാകുന്നതിന് കർത്താവേ, ഈ രാത്രിയിൽ നിന്റെ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ കാഴ്ചപ്പാടുകളെ, ഇന്ന് വരെയുള്ള കാഴ്ചപ്പാടുകൾ അത് തെറ്റായിരുന്നു എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു. അതിനാൽ കർത്താവിൻ്റെ കാഴ്ചപ്പാടുകൾ ഞങ്ങളെക്കുറിച്ചും മറ്റുള്ളവരെക്കുറിച്ചും ഞങ്ങളുടെ കുടുംബത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ കാഴ്ചപ്പാടുകളെ ഞങ്ങൾക്ക് മനസ്സിലാകുന്നതിനും ആ നയനങ്ങൾ കൊണ്ട്, ദൈവത്തിൻ്റെ നയനങ്ങൾ കൊണ്ട് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും കാണുന്നതിന് കർത്താവേ, ഞങ്ങളുടെ കാഴ്ചപ്പാടുകളെ നീ മാറ്റണമേ. ഈ രാത്രിയിൽ ഞങ്ങളെ ഉപദ്രവിച്ച കുടുംബാംഗങ്ങൾക്ക്, ഞങ്ങളെ നിന്ദിച്ച ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക്, ഞങ്ങളെ തകർക്കാൻ ശ്രമിച്ച ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി പ്രത്യേകം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവരുടെ ബോധ്യങ്ങൾ, അവരുടെ കാഴ്ചപ്പാടുകൾ എന്തെന്ന് ഞങ്ങൾക്കറിയില്ല. ഒരു പക്ഷേ അവരുടെ കാഴ്ചപ്പാടുകൾ ശരിയാകാം. അതിനാൽ നീ ഇന്ന് രാത്രിയിൽ ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ നീ ഒത്തിരി അനുഗ്രഹിക്കണമേ. അവരുടെ ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അവരുടെ സാമ്പത്തിക ഉയർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അവരുടെ ജീവിത സന്തോഷത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അതിനാൽ ഈ രാത്രിയിൽ ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നാളെ അതൊരു വലിയ അനുഗ്രഹമായി ഞങ്ങളുടെ ജീവിതത്തിൽ നീ ഒരു വലിയ അത്ഭുതം നടത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സംസാരിക്കാൻ ബുദ്ധിമുട്ടുന്ന ഒരു കുഞ്ഞിന് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞങ്ങളുടെ എല്ലാവരുടെയും കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടാകാൻ,
കുടുംബത്തിൽ ദൈവാനുഗ്രഹങ്ങൾ നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിന് ചുറ്റും ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ അഗ്നി മതിൽ തീർക്കപ്പെടണമേ. ഞങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബത്തിന്, ഈ ഭൂമിയിലെ ഓരോ കുടുംബത്തെയും കർത്താവേ നീ പരിപാലിക്കണമേ, സംരക്ഷിക്കണമേ, കോട്ട കെട്ടി സംരക്ഷിക്കണമേ. ശത്രു തൊടാതെ വണ്ണം, ശത്രു നോക്കാതെ വണ്ണം ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മേൽ നിന്റെ കരമുണ്ടായിരിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ രാത്രിയിൽ ഞങ്ങൾ ഉറങ്ങാൻ മുൻപ് ഞങ്ങളെ തന്നെ ആത്മശോധന ചെയ്ത് സകല പാപത്തിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കുകയും ഈ രാത്രിയിൽ സുഖമായി ഉറങ്ങാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ. ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ എല്ലാ വ്യൂവേഴ്സിനെയും സബ്സ്ക്രൈബേഴ്സിനെയും, ഇതുവരെ ഈ ചാനൽ കാണുകയും കേൾക്കുകയും എന്നാൽ ചില കാരണങ്ങളാൽ ഈ ചാനൽ കാണുന്നത് നിർത്തിവെച്ചവരുണ്ട്, അവർക്കു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പ്രാർത്ഥനയിലൊന്നും താല്പര്യമില്ലാത്തവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആരൊക്കെ ഈ പ്രാർത്ഥന കേൾക്കുന്നോ അവർക്കിതൊരു വലിയ അനുഗ്രഹമായി മാറുന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും നാളത്തെ ആവശ്യങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. കാരുണ്യവാനായ ദൈവമേ, ഈ രാത്രിയിൽ ഞങ്ങൾക്ക് സുഖമായ ഉറക്കം നൽകി ശരീരത്തിൻ്റെ വേദനകളകറ്റി, രോഗങ്ങളകറ്റി, മനസ്സിൻ്റെ ദുഃഖം മാറ്റി, ഹൃദയത്തിൽ നിന്ന് ഭയം നീക്കി സന്തോഷവും സമാധാനവുമുള്ള ആരോഗ്യമുള്ള നല്ലൊരു ഉറക്കം കിട്ടാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേൾക്കുകയും ഞങ്ങളുടെ ഉദ്ദേശങ്ങളെ നീ സ്വീകരിക്കുകയും പ്രത്യേകിച്ച് നാളത്തെ ഞങ്ങളുടെ നിയോഗങ്ങളെ അത്ഭുതകരമായി നടന്നു കിട്ടുന്നതിന് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ഉത്തരം നൽകുകയും ചെയ്ത നാഥ, അങ്ങേക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും നന്ദിയും അർപ്പിക്കുന്നു. ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, സകല ദുഷ്ട സ്വപ്നങ്ങളിൽ നിന്നും ദുഷ്ടാരൂപികളുടെ പ്രവർത്തനങ്ങളിൽ നിന്നും നിന്റെ സംരക്ഷണത്തിന് കീഴിൽ ഞങ്ങളായിരിക്കുന്നതിന് നീ ഞങ്ങളോടൊപ്പം ഈ രാത്രിയിൽ ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ എല്ലാവിധ ആപത്തനർത്ഥങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും ദുഷ്ടാരൂപികളുടെ പ്രവർത്തനങ്ങളിൽ നിന്നും പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും പൈശാചിക ശക്തികളിൽ നിന്നും നിങ്ങളെയും നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും കാത്തു പരിരക്ഷിക്കട്ടെ. സുഖമായ നിദ്ര നൽകി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നാളത്തെ പ്രഭാതത്തിൽ ദൈവാനുഗ്രഹങ്ങൾ സ്വീകരിക്കുവാൻ വീണ്ടും ഒരു കുടുംബമായി ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ രാവിലെ 5 മണിക്കുള്ള പ്രാർത്ഥനയിൽ ഒരുമിച്ച് നമുക്ക് കാണാം. കർത്താവായ ദൈവം സമൃദ്ധമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളുടെ കുടുംബത്തിനു വേണ്ടി, ഞങ്ങളുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമേ എന്നും ഞാൻ ചോദിക്കുകയാണ്. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ. ആമേൻ.